തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ കരിഷ്മയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. ഈ വിജയത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ, ശുദ്ധി, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരു ഘടകമായിട്ടുണ്ട്. പക്ഷേ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് വിജയിച്ചത്. അങ്ങനെയല്ല, മറ്റു മണ്ഡലങ്ങളിൽ ഇത്രയും ശതമാനം വോട്ട് BJPക്ക് കൂടുക. സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനമല്ലേ നടത്തിയത്. ഞങ്ങളെ സ്ഥാനാർത്ഥികൾക്ക് കൂടിയതുപോലെ CPMൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വിജയരാഘവനെയും പിന്നെ നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ ടീച്ചറെയൊക്കെ ഇറക്കിയിട്ട് എന്താണ് അവർക്ക് കിട്ടിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വയനാട് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ, കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ. വയനാടിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ. അവിടെ ഇരട്ടിയോളം വോട്ടുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായ വട്ടിയൂർക്കാവ്, നേമം, ആ മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ വോട്ടായിരുന്നു പ്രതീക്ഷിച്ചത്. അത് ലഭിക്കാത്തതാണ് ഈ 15,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ ശശീന്ദ്രന് ജയിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുത്തത്. അല്ല, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പാർട്ടി നേതാക്കന്മാർ യോഗങ്ങളെല്ലാം കൂടിയിട്ട് വിശദമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് പോസ്റ്റലോട്ട് എണ്ണുന്ന സമയത്ത് പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വോട്ടെല്ലാം BJPക്കാണ് കിട്ടുന്നത്. ഈ സർക്കാരിനെതിരെ വലിയ ഒരു വികാരം സർക്കാർ ജീവനക്കാർക്കിടയിൽ നിൽക്കുന്നുണ്ട് എന്ന്, അത് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ ഭാഗമാണ് എന്ന് വിജയിപ്പിക്കാൻ. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരെയും സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരെയും ഇപ്പോൾ അവർക്ക് കമ്പയർ ചെയ്യാമല്ലോ. DA ഒക്കെ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്? മോദി സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് DAയിൽ ഉണ്ടാക്കിയിട്ടുള്ള വർധനവ് ഇതിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും BJP പോളിംഗ് പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ വിജയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചപ്പോൾ തൃശ്ശൂരിലെ BJP CPM തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു. അതാണ് കോൺഗ്രസ് പിന്നോട്ട് പോകാൻ കാരണമെന്നാണ് അദ്ദേഹം. അതെങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോവുക? എന്ത് വിവരക്കേടാണ് സതീശൻ പറയുന്നത്? അല്ല, നിങ്ങൾ ആലോചിച്ച് മുരളീധരൻ ഇന്നലെ എന്താണ് പറഞ്ഞത്? എന്തൊരു അഹങ്കാരമായിരുന്നു. വലിയ കോഴിമുട്ടയായിരിക്കും BJP. ഞങ്ങളെന്താ അതിന് മറുപടി പറയാത്തതാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആനമുട്ടയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം മോശമുണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ പരാജയപ്പെടും, ജയിക്കും. അപ്പോഴെല്ലാം ഇത്തരം ഒരു അഹങ്കാരം. ഞാൻ അന്നേ പറഞ്ഞല്ലോ, അദ്ദേഹം അവിടെ 3-ാം സ്ഥാനത്തായിരിക്കും, മുരളീധരൻ വീട്ടിലിരിക്കണം എന്ന് ഇരിക്കേണ്ടി വരുമെന്ന് ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞു. കാരണം മുരളീധരൻ്റെ അഹങ്കാരത്തിന് അതിന് CPMൻ്റെ വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? CPMൻ്റെ വോട്ട് അവരായിരിക്കും പിടിക്കാൻ ശ്രമിച്ചത്. LDF ശക്തി കേന്ദ്രങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കോൺഗ്രസിന്റെ വോട്ടുകളാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പത്മനാഭന്റെ വരവ് വലിയ സഹായമായിരുന്നു. അല്ല, എല്ലാ നേതാക്കന്മാരുടെയും പരിശ്രമങ്ങൾ, അവരുടെ പിന്തുണകൾ, അവരുടെ ബന്ധങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല നിലയ്ക്ക് പ്രയോജനകരമായിട്ടുണ്ട്. പ്രത്യേകമായി പത്മജയുടെ ഇടപെടൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരുടെ വക എത്ര വോട്ട് കിട്ടിയെന്നുള്ള കണക്കെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു പൊതുവായ ഒരു മുന്നേറ്റം ഉണ്ടാവുമല്ലേ. ഇല്ലല്ല, അങ്ങനെ ഒരു നിരീക്ഷണവും നടത്താനുള്ള ഒരു വിവരവുമില്ല. മാത്രമല്ല, ഞങ്ങളുടെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ തന്നെ അഭിപ്രായപ്പെട്ടത് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. 10 വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ. സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം, മതിയായ ഭൂരിപക്ഷം, വളരെ റിലാക്സായിട്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം, ഒട്ടും സ്ട്രെസ്സില്ലാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം NDAക്ക് ഉണ്ടാവും. വൈകുന്നേരം എണ്ണം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും 2019-ലും ഇങ്ങനെയൊക്കെയുള്ള ലീഡ് നിലയിലെ പല മറിച്ചിലുകളും ഉണ്ടായിരുന്നു. കംഫർട്ടബിൾ മെജോറിറ്റി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും ആർക്കും സംശയമില്ല. അല്ല, അത് ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കേരളത്തിൽ BJP ഒരു ക്രമസമാധാനം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഈ പോയിന്റിൽ പിണറായി വിജയൻ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ. ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ
അദ്ദേഹം ഈ CAA മറ്റും പേര് പറഞ്ഞ് മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ് എല്ലാ ദിവസവും നടന്ന് പ്രസംഗിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി. എന്താ സംഭവിച്ചത്? അത് വലിയ തോതിൽ പോളറൈസേഷൻ UDF-ന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പ്രചരണം നടത്തിയ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം ചെയ്ത ദ്രോഹമാണിത്. കോൺഗ്രസ്സിന് ഇപ്പോൾ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും സംഘവും കാലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണം ഉണ്ടല്ലോ, വളരെ വിഷം കലർന്ന പ്രചരണം, അത് ഉണ്ടാക്കുന്ന പ്രതിഫലനമാണിത്. നല്ലതല്ല. പിണറായി വിജയന് വരമ്പത്ത് തന്നെ കൂലി കിട്ടി. ഇപ്പോൾ വടകര കണ്ടില്ലേ, പച്ച വർഗീയത പ്രചരിപ്പിച്ചത് ആദ്യം പിണറായി വിജയനാണ്. ലീഗുകാർ പോലും തുടങ്ങാത്ത പ്രചരണം ഞങ്ങൾ CAA പേരിൽ നടത്തിയ ആളാണ് പിണറായി വിജയൻ. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗുകാർ പോലും